അമൂല്യ പ്രകൃതി വിഭവമായ എണ്ണയുടെ വിലനിർണ്ണയവും വിപണി ആധിപത്യവും നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുള്ള ഒപെക്കിൽ നിന്ന് UAE ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും നയതന്ത്ര തലത്തിലും വലിയ പ്രതിഫലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ തീരുമാനത്തിലെത്താൻ UAEയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും? വികസനത്തിന് ഇന്ധനം പകരാനുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കലവറയായ UAE ഒരു കുത്തക കൂട്ടായ്മയിൽ നിന്ന് വേർപെടുന്നത് ഭാരതത്തെ സംബന്ധിച്ച് അതിനിർണായകമാണ്. ലോകത്തെ ഊർജ ഉപഭോക്തൃ രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തുള്ള ഭാരതവും എണ്ണ ഉൽപ്പാദക രാജ്യമായ UAEയും തമ്മിൽ ഒരു ഊർജ ഇടനാഴി രൂപപ്പെടുകയാണ്. യൂറോപ്പിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ നടത്തുന്ന 3 മണിക്കൂർ മാത്രം നീളുന്ന ഹ്രസ്വ സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ലോകവിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിനും അംഗരാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും 1960-ൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ OPEC നിലവിൽ വന്നു. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, വെനസ്വേല എന്നിവയായിരുന്നു സ്ഥാപക രാജ്യങ്ങൾ. 1967-ൽ അബുദാബി എമിറേറ്റ് ഈ കൂട്ടായ്മയിൽ അംഗമായി. 1971-ൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE നിലവിൽ വന്ന ശേഷവും അംഗത്വം തുടർന്നു. OPEC രൂപീകരണത്തിന് മുൻപ് പാശ്ചാത്യ എണ്ണ കമ്പനികളുടെ കൺസോർഷ്യം അഥവാ 7 സിസ്റ്റേഴ്സ് എന്ന കൂട്ടായ്മയാണ് എണ്ണ വിപണി നിശ്ചയിച്ചിരുന്നത്. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ താൽപ്പര്യം ഇതിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. പരസ്പരം സഹകരിക്കുന്നത് കൊണ്ട് തന്നെ മത്സരാധിഷ്ഠിതമായി വില കുറയ്ക്കലും ഈ എണ്ണ കമ്പനികൾ നടപ്പിലാക്കിയിരുന്നില്ല. വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂടാതിരിക്കാൻ അവർ ഉൽപ്പാദനം കൃത്യമായി നിയന്ത്രിച്ചു. വിതരണം കുറയ്ക്കുന്നതിലൂടെ വില കൂട്ടി നിർത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. കമ്പനികൾ തമ്മിലുള്ള വിലയുദ്ധം ഒഴിവാക്കാൻ ഒരു നിശ്ചിത കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി വില നിശ്ചയിക്കുന്ന രീതി അവർ പിന്തുടർന്നിരുന്നു. സിറിയയും ഈജിപ്തും ഇസ്രയേലിനെ ആക്രമിച്ചതിൻ്റെ ഫലമായി 1973-ൽ എണ്ണ വിപണിയിൽ ഉണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് OPEC വിലനിർണ്ണയ അവകാശം ഏറ്റെടുത്തതോടെ 7 സിസ്റ്റേഴ്സ് അപ്രസക്തമാവുകയായിരുന്നു. അറബ് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തുണച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിക്കുകയും എണ്ണ ഉൽപ്പാദനത്തിൽ പ്രതിമാസം 5% വെട്ടിക്കുറവ് വരുത്തുകയുമായിരുന്നു. ലോക എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ ആദ്യ 10-ലുള്ള UAE നിലവിൽ 35 ലക്ഷം ബാരൽ പ്രതിദിന ഉൽപ്പാദനമാണ് നടത്തുന്നത്. വരുന്ന വർഷങ്ങളിൽ ഇത് 50 ലക്ഷം ബാരലായി വർദ്ധിപ്പിക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട്. OPEC രൂപീകരണ സമയത്ത് അംഗരാജ്യങ്ങൾ 5 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12 ആണ്. ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 40%, ഭൂമിയിലെ എണ്ണ വിഭവത്തിൻ്റെ 80% ഈ കുത്തക കൂട്ടായ്മയാണ് നിയന്ത്രിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എണ്ണയ്ക്കായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ അവരുടെ സാമ്പത്തിക താൽപ്പര്യം അടിച്ചേൽപ്പിച്ചിരുന്നു. വിപണിയുടെ ആവശ്യകതയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും എണ്ണ ഉൽപ്പാദനം കൂട്ടിയും കുറച്ചും ഇവർ അവരുടെ സാമ്പത്തിക താൽപ്പര്യം നേടിയിരുന്നു. ഇത്തരം ഒരു കൂട്ടായ്മയിൽ നിന്ന് 6 പതിറ്റാണ്ടിൻ്റെ ബന്ധം അവസാനിപ്പിച്ച് UAE പുറത്തു കിടക്കുമ്പോൾ ഭാരതത്തിന് കിട്ടുന്ന അവസരം ചെറുതല്ല. OPEC നിശ്ചയിച്ചിരിക്കുന്ന കർശനമായ ഉൽപ്പാദന നിയന്ത്രണങ്ങളിൽ നിന്ന് UAE സ്വതന്ത്രമാകുന്നതോടെ നമുക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭിക്കാൻ വഴിയൊരുങ്ങും. OPEC നിരക്കുകൾക്ക് പകരം ഭാരതത്തിനും UAEക്കും പരസ്പര ധാരണയോടെ എണ്ണവില നിശ്ചയിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ എണ്ണ ഇറക്കുമതി ബില്ലും പണപ്പെരുപ്പവും കുറയ്ക്കാൻ സഹായിക്കും. UAEയുമായി ഡോളറിന് ബദലായി രൂപയിലോ മറ്റ് പ്രാദേശിക കറൻസിയിലോ ഇടപാട് നടത്താമെന്നത് രൂപയുടെ വിലനിർണ്ണയത്തിലും നിർണായകമാകും. ഇത്തരത്തിൽ ദീർഘകാല കരാറുകൾ സാധ്യമാണെങ്കിൽ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും ഒഴിവാകും. റഷ്യ, അമേരിക്ക എന്നീ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ അപേക്ഷിച്ച് ദൂരം കുറവായതിനാൽ ചരക്ക് കടത്ത് കൂലിയും കുറവുണ്ടാകും. വിലപ്പെട്ട സമയവും ലാഭിക്കാമെന്നത് മറ്റൊരു ഘടകമാണ്. നിർണായക കൂട്ടുകെട്ടിൽ നിന്ന് UAE പിൻവാങ്ങിയതിന് പിന്നിൽ അദൃശ്യമായ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ട് എന്ന് വ്യക്തം. ഈ മാസം 15 മുതൽ 20 വരെ നടക്കുന്ന യൂറോപ്യൻ പര്യടനത്തിനായുള്ള യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ 3 മണിക്കൂർ മാത്രം നീളുന്ന ഹ്രസ്വ സന്ദർശനം നടത്തുമെന്നും ഈ സമയം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുമുള്ള വാർത്ത
ഇതിനോട് ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ജനുവരി 19 ഇതേ UAE പ്രസിഡന്റ് ഭാരതത്തിൽ അപ്രതീക്ഷിത ഹ്രസ്വ സന്ദർശനം നടത്തിയതും ഒപ്പക്കിൽ നിന്നുള്ള UAEയുടെ അപ്രതീക്ഷിത പിൻവാങ്ങലുമെല്ലാം ചേർത്ത് വായിക്കുമ്പോഴേ ആ തിരക്കഥയിലെ സർപ്രൈസ് ട്വിസ്റ്റ് വ്യക്തമാവുകയുള്ളൂ. ഡൽഹി പാലം വിമാനത്താവളത്തിൽ ഇറങ്ങിയ UAE പ്രസിഡന്റ് സായിദ് അൽ നഹ്യാനും സംഘവും കഷ്ടിച്ച് 3 മണിക്കൂർ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ചെലവഴിച്ചത്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി മോദിയുമായി ആശയവിനിമയം നടത്തുന്നതിനായാണ് ആ സംഘം എത്തിയതെന്നായിരുന്നു അപ്പോഴും ഇപ്പോഴുമുള്ള ഔദ്യോഗിക വിശദീകരണം. സമാനമായൊരു ഹ്രസ്വ സന്ദർശനത്തിനായി മോദി UAEയിൽ വിമാനമിറങ്ങുമ്പോൾ ഇന്ത്യ UAE ഊർജ്ജ സഹകരണം സംബന്ധിച്ച നിർണായക ധാരണകൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴേ മുൻപ് സൂചിപ്പിച്ച അദൃശ്യമായ നയതന്ത്ര ഇടപെടലുകളുടെ ആഴം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അമേരിക്ക ഇറാൻ യുദ്ധം മാസങ്ങളായി തുടരുകയും ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് ഗതാഗതം ദുഷ്കരമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഭാരതം അടക്കമുള്ള ലോകരാജ്യങ്ങൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യ UAE ഊർജ്ജ കരാർ യാഥാർത്ഥ്യമായാൽ ഫുജൈറ പൈപ്പ് ലൈൻ വഴി എമിറാത്തി എണ്ണ നമ്മുടെ രാജ്യത്തേക്ക് എത്തും. ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഹബ്ഷാൻ എണ്ണപ്പാടത്തു നിന്ന് ആരംഭിച്ച് ഒമാൻ തീരത്ത് അവസാനിക്കുന്നതും ഹോർമൂസ് കടലിടുക്കിന് സമാന്തരവുമായ ഈ പൈപ്പ് ലൈന് 406 കിലോമീറ്ററാണ് ദൈർഘ്യം. $4 ബില്യൺ മുടക്കി 2012 പൂർത്തിയാക്കിയ ഈ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 15 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എത്തിക്കാനാവും. ഒമാൻ തീരത്ത് നിന്ന് ടാങ്കർ കപ്പലുകളിലേക്ക് പകർത്തി ഈ എണ്ണ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനാകും. ഒപെക് നിയന്ത്രണമുള്ളപ്പോൾ UAEയുടെ പ്രതിദിന ഉൽപ്പാദനം 35 ലക്ഷം ബാരലായിരുന്നു. വിപണിയിലെ എണ്ണവില ഉയർന്ന നിലയിൽ നിലനിർത്താനാണ് ഇത്തരത്തിൽ ഉൽപ്പാദന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. UAEയുടെ നിലവിലെ എണ്ണ ഉൽപ്പാദന ശേഷി 50 ലക്ഷം ബാരൽ ആണെന്നിരിക്കെ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ അത് കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുമെന്ന് ചുരുക്കം. 2024 ജനുവരിയിൽ UAE ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വമെടുത്തിരുന്നു. ഒപെക് കൂട്ടായ്മയിൽ നിന്നും അതുവഴി ഡോളർ നിയന്ത്രിത എണ്ണ വ്യാപാരത്തിൽ നിന്നും പുറത്തുകിടക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം ഇതാണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം എടുത്തില്ലെങ്കിലും ആ കൂട്ടായ്മയോട് അനുഭാവമുള്ള സൗദി അറേബ്യ 1974 മുതൽ അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു. പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്തുന്നതിനും ഡോളറിന് മേലുള്ള ആശ്രയത്വം കുറയ്ക്കാനുമാണ് സൗദിയുടെ തീരുമാനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായുള്ള UAE പ്രാദേശിക കറൻസിയിൽ എണ്ണ വ്യാപാരം ആരംഭിക്കുന്നതോടെ അത് അമേരിക്കൻ ഡോളറിന് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. ലോകത്തെ എണ്ണ വ്യാപാരത്തിൽ ഏറിയ പങ്കും നടക്കുന്നത് ഡോളറിലാണ്. എമിറേറ്റ്സുകളിൽ നിന്നുള്ള എണ്ണ ലോകവിപണി കീഴടക്കുന്നതോടെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ തകർന്നടിയുകയും അവിടെ പ്രാദേശിക കറൻസികൾ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ വിവിധ ലോകരാജ്യങ്ങൾ അംഗത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഡോളർ വിരുദ്ധ കൂട്ടായ്മ എന്നറിയപ്പെടുന്ന ഈ സംഘം ഡോളറിന് ബദലായി ഒരു പൊതു കറൻസി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജ ഇറക്കുമതി പ്രതിദിനം 55 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. രാജ്യത്ത് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 90% വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണം. ഇതിൻ്റെ ഏകദേശം 10% വരെ UAEയിൽ നിന്നാണ് എത്തുന്നത്. ഭാരതവും UAEയും തമ്മിൽ കുറഞ്ഞ ചെലവിൽ ഊർജ്ജ വ്യാപാര ധാരണയോ കരാറോ സാധ്യമാകുന്നത് അനുദിനം വ്യാവസായിക പുരോഗതിയിലേക്ക് കുതിക്കുന്ന നമ്മുടെ രാജ്യത്തിന് അത് വലിയ മുതൽക്കൂട്ടാകും. നിലവിൽ UAEയിലെ അഡ്നോക് ഗ്യാസും ഭാരതത്തിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡും തമ്മിൽ 10 വർഷ കരാർ നിലവിലുണ്ട്. ഇതുപ്രകാരം പ്രതിവർഷം 5 ലക്ഷം മെട്രിക് ടൺ LNG UAE നമുക്ക് നൽകും. ഈ കരാർ വഴി UAEയുടെ ഏറ്റവും വലിയ LNG ഉപഭോക്താവാണ് ഭാരതം. ഒപെക് നിയന്ത്രണത്തിൽ നിന്ന് UAE മുക്തമാകുന്നതോടെ കുറഞ്ഞ നിരക്കിൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച് അത് ഭാരതത്തിന് വിൽക്കാൻ UAEക്ക് ആകും. ഊർജ്ജ ആവശ്യത്തിന് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ചെറുകിട ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിന് പരസ്പര സഹകരണത്തോടെ മുന്നോട്ടു പോകാനാണ് തീരുമാനം. 2032ഓടെ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ഇടപാട് $200 ബില്യൺ മാറ്റുകയാണ് ലക്ഷ്യം.